ഫസ്മിന സാക്കർ ഇന്നലെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ കണ്ട് ഞാനിങ്ങനെ, അതായത് ഫസ്മിനയുടെ എക്സ് ഹസ്ബൻഡ്, അവൻ്റെ പേരെന്തോ ചല്ലു, ഇവനെ പല ചാനൽസും ഏതോ ബ്രഹ്മാണ്ഡ സിനിമകളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അതിൽ സ്റ്റാർസിനെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ ഇവനെ പിടിച്ചിരുത്തി ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിലോ എല്ലാത്തിനും പച്ച കള്ളങ്ങൾ. ഇവൻ ഈ കള്ളം പറയുന്നത് ചുമ്മാ രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്ന പോലെയൊക്കെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അവൻ വന്നിരുന്ന് പല ചാനൽസിലും ഈ കുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ശരിയാണ്, ഇവർ സെപ്പറേറ്റ് ആണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാവാം, പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ ഇതുപോലുള്ള ചാനൽസിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവൻ്റെ എക്സ് വൈഫിനെ കുറിച്ച് ബൈപ്പോളാർ ആണ് ഫസ്മിനയ്ക്ക് എന്ന് തുടങ്ങി അവൾ അവിഹിതം, അവൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ? ഇവനെ ആരാണ് ഇങ്ങനെ കള്ളം പഠിപ്പിച്ച് ഈ സ്ക്രിപ്റ്റൊക്കെ പഠിപ്പിച്ചു വിടുന്നത്? ആരും അവനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ജന്മനാ നല്ല രീതിയിൽ കള്ളം പറയുന്ന ഒരുത്തനാണ് എന്ന് ഇന്നലെ ഫസ്മിനെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. എന്ത് കള്ളമാണ് ഇതിനകത്ത് പൊളിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഈവൻ എല്ലാ ചാനൽസിലും പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഫസ്മിന ബൈപ്പോളാർ ഉള്ള ഒരു പെൺകുട്ടിയാണ് എന്ന്. നിങ്ങൾ ഇന്നലെ ഫസ്മിനെ ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ട ഒരു 90% ആളുകൾക്ക് സങ്കടം വരും. സത്യം പറഞ്ഞാൽ നമുക്ക് കരഞ്ഞു പോകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആരും കുരുങ്ങി പോകാതിരിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണും ഇരുന്ന് പോകാതിരിക്കട്ടെ. അയ്യോ, ആ ഒരു സാഹചര്യം എനിക്ക് വന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെ ഞാൻ അതിനെ ഓവർകം ചെയ്യും എന്നൊന്നും എനിക്കൊരു പിടുത്തവുമില്ല. കുറച്ച് സമയം ഇങ്ങനെ ഡെഡ് സൈലൻ്റ് ആയിട്ട് ഇരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ആ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റിയില്ല. ആ ഒരു വീഡിയോയിൽ അവൾ ഗതികെട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു സീരീസ് പോലെയാണ് ഇവരുടെ ഈ പ്രോബ്ലംസ്. പക്ഷെ ഇന്നലെ ഇട്ട ആ വീഡിയോയിൽ ഇവൻ എന്തൊക്കെയാണ് ഒരു ഭാര്യയോട് പറയുന്നത്. അവൾക്ക് ഭംഗിയില്ല എന്ന് പറയുന്നത് പോട്ടെ, എങ്കിൽ പോലും അങ്ങനെ ആരോടും പറയാൻ പാടില്ല. അവളുടെ രൂപത്തെക്കുറിച്ച്, അതായത് കംപ്ലീറ്റ്ലി അവളെ ബോഡി ഷെയിം ചെയ്യാണ്. ഭാര്യയാകുന്ന രീതി, ഭാര്യയുടെ സ്ഥാനത്ത് അവളെ അല്ല കണ്ടത്, എൻ്റെ കോൺസെപ്റ്റിലുള്ള പെണ്ണ് നീയല്ല, വിവാഹം വേണ്ടെന്ന് വെക്കുമായിരുന്നു എന്ന് തുടങ്ങി. ഇത് ഒരാളുടെ അനുഭവം മറ്റൊരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നും. ആ കുട്ടിയുടെ ചാനലിൽ പോയി നോക്കി. എനിക്കറിയാം ഇതിൻ്റെയൊക്കെ താഴെ ഫസ്മിന കൊള്ളില്ല, അവളുടെ കയ്യിലും തെറ്റുണ്ട്, അങ്ങനെയാണ് ഫസ്മിന എന്തായിക്കോട്ടെ. പക്ഷെ ഇന്ന് അവൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കരുണയോടുകൂടി. കാരണം ഇത്ര കരുണയില്ലാതെ ഒരു എക്സ് ഹസ്ബൻഡ് അവളുടെ ഭർത്താവ് അവളോട് പെരുമാറി, അത് വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആകുന്നതിന് മുന്നേ അവനിരുന്ന് അവളെക്കുറിച്ച് വളരെ മോശമായിട്ട്, അതായത് അവളെ ഒന്നിനും കൊള്ളില്ല എന്ന് അവളുടെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറയാണ്. ഇതൊക്കെ കേട്ടിട്ടും വളരെ നിസ്സഹായതയോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി. കാരണം അതിൽ നിന്നറിയാം നമുക്ക്, ഇവൾക്ക് പ്രാണനാണ് ഈ ലല്ലു എന്ന് പറയുന്ന ആളെ. ഈ ലല്ലു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇനി നാളെ ഒരു ദിവസം ലല്ലു സോറി പറഞ്ഞുകൊണ്ട് ഫസ്മിനെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് ഫസ്മിനെ ഇതെല്ലാം മറന്ന് ലല്ലുവിനെ വീണ്ടും സ്നേഹിക്കും. പലപ്പോഴും സത്യസന്ധരായിട്ടുള്ള ആളുകൾ ബലിയാടായി പോകാറുണ്ട്. സമൂഹത്തിൻ്റെ മുന്നിൽ പല കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൻ്റെ ഭാഗം പലപ്പോഴും കള്ളമായിട്ട് മുദ്ര കുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ദൈവമേ, എനിക്ക് പരിചയമുള്ളതോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തോ അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കൾക്ക് പോലും, ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് തോന്നിപ്പോയി. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മരിക്കണം എന്നൊരു ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. കാരണം ഒരു ഭർത്താവും ആ ഭർത്താവിൻ്റെ കാമുകി എന്ന് തെളിയാതെ തെളിഞ്ഞല്ലോ. അപ്പം സഫയാണെങ്കിൽ സഫയുടെ യൂട്യൂബിൽ കൂടെ ചാനൽ കൂടെ ഒരു ദിവസം എന്തൊക്കെയാണ് പറഞ്ഞത്, നിന്നെ കണ്ട ആണും അല്ല പെണ്ണും അല്ലാത്ത കോലത്തിലിരിക്കുന്നത് കൊണ്ടായിരിക്കാം അവൻ നിന്നെ കളഞ്ഞിട്ട് പോയത്. അടുത്ത ചാനലിൽ ഇവളുടെ ഭർത്താവ് പോയിരുന്ന് ഇവളെ ഒന്നിനും കൊള്ളില്ലാതെ ഒരു ഡ്രഗിന് അഡിക്റ്റ് ആണെന്ന് പറയുന്നു. ഫസ്മിന അവളുടെ സ്വന്തം ചാനൽ, അവൾ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തൊരു വീഡിയോയിൽ അവളുടെ അടുത്തിരുന്ന് നിന്നെ ഒന്നിനും കൊള്ളില്ലാത്തവളാടി, എന്തിനു കൊള്ളാം, ഞാൻ വേറെ ആരെങ്കിലും നല്ലതിനെ കെട്ടില്ലായിരുന്നോ, എനിക്ക് നിന്നെ അല്ലായിരുന്നു വേണ്ടത്, നിന്നെ മുഖത്തടിക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇവനിങ്ങനെ പറയാണ്. അതൊക്കെ കേട്ടിട്ട് അവൾക്ക് ഒരു ദേഷ്യവുമില്ല, അവൾ റിയാക്ട് ചെയ്യുന്നില്ല. കാരണം അത്രത്തോളം സ്നേഹമുള്ളൊരു വ്യക്തി എന്തൊക്കെ നമ്മളെ ചെയ്താലും നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാതായി പോകുന്ന ഒരു
നമ്മളിങ്ങനെ അടിമയെ പോലെ ആകുന്ന സ്നേഹമില്ലേ, ചിലരുടെ മുന്നിൽ നമ്മൾ അങ്ങ് അടിമയായിപ്പോവും. അപ്പോൾ അതുപോലെ ആ ആൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും ഇവൾ ചിന്തിക്കുന്നത് പോലുമില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നതിൻ്റെ ഉദ്ദേശം, ഫസ്മിനയ്ക്ക് ബൈപ്പോളാർ ഉണ്ട് എന്നിങ്ങനെ നാട് നിങ്ങളെ പറഞ്ഞു നടക്കുന്ന കള്ളൻ ലല്ലു ഇന്നലെ അവളിട്ട വീഡിയോയിൽ നീ എത്രമാത്രം പ്രൊവോക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ. അവൾ എത്ര സൈലന്റ് ആയിട്ടായിരിക്കും നീ പറയുന്ന ഈ അതൊരു എന്നാ പറയുന്ന ഒരു ഭ്രാന്തൊന്നുമല്ല ബൈപ്പോളർ എന്ന് പറയുന്നത്, അതൊരു അവസ്ഥയാണ്. അങ്ങനെ അവസ്ഥയിൽ കൂടി പോകുന്ന ആളുകൾ പ്രൊവോക്ഡ് ആവുന്ന സിറ്റുവേഷൻസിൽ മാത്രമല്ല അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൗഡ് ആകുന്നത്. അല്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇന്നലെ ഫസ്മിന ഇട്ട ആ വീഡിയോയിൽ ബൈപ്പോളാർ ഉള്ള ഒരു വ്യക്തി അല്ല ഫസ്മിന എന്ന് എല്ലാവർക്കും മനസ്സിലായി. അവൾ വളരെ സാധാരണയായ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് തോന്നുന്നു സാധാരണ പെൺകുട്ടികൾക്കുള്ള ക്ഷമയേക്കാൾ കൂടുതൽ, സാധാരണ പെൺകുട്ടികൾക്ക് ഒരാളോടുള്ള കരുണയേക്കാൾ സ്നേഹത്തേക്കാൾ കൂടുതലുള്ള ഒരു പെൺകുട്ടി. ബൈപ്പോളർ എന്നൊരു സംഭവം അവൾക്കില്ല എന്നുള്ളൊരു കാര്യം അവളുടെ ആ ഒരു ഒറ്റ വീഡിയോ. ശരിയാണ്, അവളെ ഇഷ്ടമില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഇതിൻ്റെ താഴെ വന്നിരുന്ന് പറയും അവൾ ക്യാമറ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബൈപ്പോളർ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുള്ള വ്യക്തിക്ക് ക്യാമറ ഉണ്ട് എന്നൊന്നും അവരുടെ കൺട്രോൾ അല്ലാതെ അവരുടെ മനസ്സ് ബിഹേവ് ചെയ്യുന്ന പെരുമാറുന്ന അവസ്ഥകളിൽ ക്യാമറയുണ്ടോ അല്ലെങ്കിൽ ആളുകളുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആ ഒരു ഒറ്റ വീഡിയോയിൽ മനസ്സിലാവും ബൈപ്പോളാർ ഇല്ല. സത്യം പറഞ്ഞാൽ സൈക്യാട്രിസ്റ്റുകൾ ഇപ്പോൾ പറയുമായിരിക്കും, ദൈവമേ ഞങ്ങളുടെ അടുത്തൊന്നും ഇനി പേഷ്യൻസ് വരാതെയാവോ. കാരണം ഈ സൈക്യാട്രിസ്റ്റുകളുടെ അടുത്ത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ചെല്ലുന്ന എല്ലാവരും ഭ്രാന്തന്മാരാണെന്നാണോ എല്ലാവരും പറയുന്നത്? ഒന്നുമല്ല. നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, നമ്മുടെ മൈൻഡ് നമ്മൾ പറയുന്നത് കേൾക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു തെറാപ്പി എടുക്കാം. അതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഭർത്താവിൻ്റെ അടുത്തോ നമ്മൾ മാതാപിതാക്കളുടെ അടുത്തോ ഒക്കെ പറയില്ലേ? അപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെമഡീസ് പറഞ്ഞു തരില്ലേ? അതുപോലെ മാത്രമേ ഉള്ളൂ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്. ചിലപ്പോൾ മാതാപിതാക്കളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത, അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള റെമഡി അവർക്ക് പറയാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കാണേണ്ടി വരിക എന്നത് ഭയന്നോ, അല്ലെങ്കിൽ മറ്റാരോടും പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ അതുമൂലം അവരുടെ മനസ്സിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതിനൊക്കെ നമുക്ക് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്നതെല്ലാം ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ സെപ്പറേറ്റ് ആവാനുള്ള ഒരു റീസണായിട്ട്, ഒരു കാര്യമായിട്ട് ഈ മാനസികാരോഗ്യത്തിലുള്ള എന്ത് രോഗങ്ങളെയും പിടിച്ചടക്കിടാമെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വന്നിരുന്ന് കൊണകൊണാ പറയുന്നവൻ്റെ ഏറ്റവും വലിയ കള്ളത്തരത്തെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഇന്നലെ ഫസ്മിനയുടെ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാകും. കാരണം ബൈപ്പോളാർ ഉള്ളൊരു വ്യക്തി അങ്ങനെ ബിഹേവ് ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവൾ വളരെ സാധാരണ ഒരു പെൺകുട്ടിയാണ്. ഇനി ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലേ ഉള്ളൂ. കാരണം ഇവനെ പോലെ, കാരണം ഫസ്മിനയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ അവരുടെ ചാനൽ വരുന്ന Q&A ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവൻ അങ്ങനെ പെട്ടെന്ന് ഒതുങ്ങുന്ന ആളൊന്നും അല്ല. അപ്പോൾ ഇവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇവൻ ഫസ്മിനയുടെ തലയിൽ വെച്ച് ഫസ്മിനയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവൻ്റെ കള്ളങ്ങളെല്ലാം പൊളിച്ചെടുക്കുകയാണ്. അപ്പം ഈ ഒരു സംഭവം പൊളിച്ചെടുക്കാൻ വേണ്ടി ഒന്നുമല്ല ഫസ്മിന ഇന്നലെ ആ വീഡിയോ ഇട്ടത്. പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് ബൈപ്പോളർ എന്ന് പറയുന്ന സംഭവമില്ല. തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു തെറാപ്പി എടുക്കാത്ത എത്ര ആളുകളുണ്ട്? ചെറിയ കുട്ടികൾക്ക് പഠന വൈകല്യങ്ങളുണ്ടെങ്കിൽ, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ പറയുന്ന ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അതൊന്നും അസുഖമായിട്ടാണോ? അല്ല. അപ്പോൾ ഇവൻ പോയിരുന്ന് പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കുന്ന ചാനൽസ്, അല്ലെങ്കിൽ ഇവൻ്റെ ഇൻ്റർവ്യൂസ് എടുക്കുന്ന ചാനൽസ്, ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ വല്ലാത്ത രീതിയിൽ ഡിഫേമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും വളരെ ക്രിമിനൽ ആയിട്ടുള്ളൊരു നടപടിയാണ്. എനിക്ക് തോന്നുന്നു ഫസ്മിന ഇപ്പോൾ മെൻ്റലി ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കാം നിയമത്തിൻ്റെ മുന്നിൽ പോകാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ പിടിച്ച് എന്താ ചെയ്യേണ്ടത്? ഇവൻ നല്ല പിള്ളയായി അല്ലേ? ഫസ്മിനയ്ക്ക് ഫസ്മിന ഡ്രഗ് അഡിക്റ്റാണ്, ബൈപ്പോളറാണ്, അവിഹിതമുണ്ട്. ഇവൻ ഇതൊക്കെ പറയുമ്പോൾ ഇവൻ ഇതൊന്നും ഇല്ല. അപ്പോൾ ഇന്നലെ അവൻ ഒരു ഡയറിയുടെ സ്ക്രീൻഷോട്ട്, അപ്പോൾ ആ ഡയറിക്കകത്ത് ഫസ്മിനയ്ക്ക് അവിഹിതമുണ്ട് എന്നൊക്കെ. പക്ഷെ ഇവനാണെങ്കിൽ എല്ലാ മീഡിയയിലും ചെന്നിരുന്ന പറയുന്നത് എനിക്ക് അവിഹിതമോ, വിവാഹത്തിന് മുമ്പുള്ളത് എന്തിനാ പറയുന്നത്, ഫസ്മിനയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കില്ലായിരുന്നു, ഫസ്മിനയ്ക്ക് മുൻപോ ഫസ്മിനൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ആരുടെ കൂടെ പോകുന്നു എന്ന് അവൾ എന്തിനറിയുന്നു? അപ്പോൾ അവളുടെ കാര്യം നീ എന്തിനറിയുന്നു?
അവളുടെ ഡയറിയിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ. അപ്പൊ പിന്നെ നീ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നിന്റെ എക്സിനെ കുറിച്ചും അല്ലെങ്കിൽ നിന്റെ അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ള സ്വാതന്ത്ര്യം നീ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നീ നിന്റെ കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ കാര്യം എന്തിനാ പറയുന്നത്? ഇവനെ കണക്ക് ലോക കള്ളൻ, ഇവനെ വിശ്വസിക്കാതിരിക്കുക. അപ്പൊ ദയവ് ചെയ്ത് ആ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഫസ്മിനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ ഞാനത് കേട്ടോണ്ടിരിക്കത്തില്ല. ഞാൻ അത്ര ക്ഷമയോടെ അത്ര കരുണയോടെ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം നമ്മളുടെ വ്യക്തിത്വത്തെ അങ്ങ് ചവിട്ടി തേക്കുന്ന രീതിയിൽ, അതും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ആഹാരവും കഴിച്ച് കഞ്ഞിയും കുടിച്ച് നമ്മുടെ പൈസയ്ക്ക് പെട്രോൾ അടിച്ച് ഇരുന്നിട്ട് നമ്മളെ തന്നെ ചവിട്ടി തേച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷെ വേറെ രീതിയിൽ സംസാരിച്ചേക്കാം. പക്ഷെ അതൊന്നും ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് നേരെ വിളിച്ച് കരയും അല്ലേ? അവൾക്ക് കരയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ കണ്ണീരൊക്കെ ഒന്ന് ജസ്റ്റ് കളഞ്ഞ് ഉള്ളിൽ കരയുന്നുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ഇനിയും സ്നേഹം കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സങ്കടം വന്നു. ഒരു സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു പെൺകുട്ടികളും എടുത്തു ചാടി കല്യാണം കഴിക്കാതിരിക്കുക. കല്യാണം എന്ന് പറയുന്ന അവസാന വാക്കൊന്നും അല്ല എൻ്റെ പൊന്നെ. എത്രയോ വീടുകളിൽ പെൺകുട്ടികളെ വളരെ മോശമായിട്ട് അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത്. വിവാഹം ചെയ്തിട്ട് അവരുടെ സ്വർണവും സ്വത്തും എല്ലാം അടിച്ചെടുത്തിട്ട് അവരെ മാനസിക രോഗികളാക്കി ചിത്രീകരിച്ച് ഇന്നും പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അവരവരുടെ ജീവിതത്തിൽ നന്നേ പോയിട്ടുണ്ടാവും. പെൺകുട്ടികൾ കുറ്റിയും പറിച്ച് പേടിച്ച് അവരുടെ സ്വർണവും ഒക്കെ അവരുടെ വീട്ടിൽ കൊടുത്തിട്ടായിരിക്കാം ഇവർ പോകുന്നത്. എന്നിട്ടും അവരെ മാനസിക രോഗികളായിട്ട് ചിത്രീകരിച്ചും ഒക്കെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് അതുപോലെ സ്വന്തം വീട്ടിൽ കയറ്റാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും നമുക്ക് ഉണ്ടാകാതെ ഇരിക്കട്ടെ. കാരണം ഈ പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇതുപോലെ ഇത് ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയത്തില്ല.